ഹരി ഇപ്പോൾ പാലക്കാടിന്റെ തേരോട്ടത്തെക്കുറിച്ച് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു പോയിന്റ് ലിസ്റ്റിൽ ഇതുവരെ ഇന്നിപ്പോൾ ആരംഭിച്ച മത്സരങ്ങളുടെ പോയിന്റ് നില പരിശോധിച്ചിട്ടുണ്ടോ? അത് കണക്കാക്കപ്പെട്ടിട്ടല്ല. ഇന്നലെ വരെ നോക്കുമ്പോൾ തിരുവനന്തപുരമായിരുന്നു പട്ടികയിൽ ഒന്നാമത് അല്ലെ? ഇപ്പോൾ ആ നിലയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല ആര്യ, കാരണം തിരുവനന്തപുരം ബഹുദൂരം മുന്നിലാണ്. കാരണം ഇപ്പോൾ നിലവിൽ നമ്മൾ പോയിന്റ് പട്ടികയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 668 പോയിന്റുമായിട്ടാണ് തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. കണ്ണൂർ 388 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ, രണ്ട് ജില്ലകളും തമ്മിലുള്ള പോയിന്റ് ഡിഫറൻസ് തന്നെ ഏകദേശം 300-നടുത്ത് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം ബഹുദൂരം മുന്നിലാണ്. കൊച്ചിയിൽ എങ്ങനെയാണോ തിരുവനന്തപുരം അവരുടെ മീറ്റ് അവസാനിപ്പിച്ചത്, അതേ തേരോട്ടം തന്നെ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികളുടെ ഗെയിംസും ബാക്കി കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഗെയിംസിലും നീന്തലിലും തിരുവനന്തപുരം സർവാധിപത്യമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ആദ്യ ദിനത്തിൽ തിരുവനന്തപുരത്തിന് കൃത്യമായിട്ട് അവരുടെ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. പക്ഷേ പാലക്കാട് ട്രാക്കിന് പേര് കിട്ട ജില്ലയാണ്. ട്രാക്ക് ഉണ്ടെങ്കിൽ അത് പാലക്കാടിനാണ് എന്നുള്ളത് തന്നെ നമുക്ക് വർഷങ്ങളായിട്ടുള്ള കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ കൂടെ ട്രാക്കിലൂടെ പാലക്കാട് അങ്ങ് കയറി പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതൊന്നുമല്ല. അതിന് ഏറ്റവും വലിയ തുടക്കം തന്നെയാണ് രണ്ടാം ദിനത്തിൽ സംഭവിച്ചിരിക്കുന്നത്. 3000 മീറ്റർ സീനിയർ വിഭാഗം പെൺകുട്ടികളും ആൺകുട്ടികളുടെയും അത് രണ്ടും സ്വർണം പാലക്കാട് നേടുന്നു. സീനിയർ വിഭാഗം ആൺകുട്ടികളിൽ വെള്ളിയും പാലക്കാട് നേടുന്നു. അതും മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ആൺകുട്ടികളിൽ സ്വർണവും വെള്ളിയും നേടുന്നത്. ഒരേ സ്കൂളിലേക്കാണ്, പാലക്കാടിലെ ഒരേ സ്കൂൾ മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് തന്നെയാണ് സ്വർണവും വെള്ളിയും പോകുന്നത് എന്നുള്ള പ്രത്യേകതയും കൂടിയുണ്ട്. അത് കൃത്യമായിട്ട് അവർ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ച് അവർ ഇറങ്ങിയതാണ്. എന്നാലും റെക്കോർഡ് ടൈം ഫിനിഷ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ വിഷമം അവരുടെ അധ്യാപകർ ഉണ്ടെങ്കിൽ പോലും സ്വർണവും വെള്ളിയും പാലക്കാട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ട്രാക്കിൽ പാലക്കാട് വിസ്മയം തീർക്കും. അത് ഇത്തവണയും ഒരു മാറ്റവും ഉണ്ടാവാതെ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിന്റെ ആദ്യത്തെ തിരികൊളുത്തുകയാണ് പാലക്കാട് ആദ്യത്തെ 2 ഇനങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും. ഇന്നത്തെ ഹൈലൈറ്റ് ഈ 100 മീറ്റർ അടക്കമുള്ള മത്സരമായിരിക്കും അല്ലേ? തീർച്ചയായും അറിയാം. വേഗതയേറിയവൻ ആരാണ്, വേഗതയേറിയ വ്യക്തി ആരാണ് എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കാരണം കൃത്യമായി നമുക്ക് ഇന്ന് അത്ലറ്റിക്സ് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റിംഗ് ഇവന്റ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഓട്ടക്കാരും ഓട്ടക്കാരികളും ഒക്കെ ആരാണ്, വേഗത്തിൽ ആര് ഫിനിഷ് ചെയ്യും, എത്ര സമയം റെക്കോർഡ് തീർക്കുമോ തുടങ്ങി നിരവധി കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. 3000 മീറ്ററാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി റിലേ നടക്കാനുണ്ട്, 100 മീറ്റർ നടക്കാനുണ്ട്. അങ്ങനെ 10 ഇനങ്ങളാണ് ഇന്ന് നടക്കാനുള്ളത്. ആ 10 ഇനങ്ങളുടെ ഫൈനൽ ഇന്ന് നടക്കും. അങ്ങനെ പല വിഭാഗങ്ങളിലും ഇന്ന് അത്ലറ്റിക്സ് നടത്തുമ്പോഴേക്കും പാലക്കാട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ എങ്ങനെയാണോ പാലക്കാട് ട്രാക്കിൽ അവരുടെ ഒരു ആധിപത്യം തുടരും എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയായിരുന്നോ പാലക്കാട് മുന്നേറ്റം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നത് പോലെ തന്നെയാണ് അവരുടെ തുടക്കം. ആ തുടക്കം വീണ്ടും തുടരുമെന്ന കാര്യത്തിലും മാത്രമാണ് ഇനി തർക്കമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. ഏതായാലും ആവേശകരമായ തുടക്കം തന്നെയാണ് നടന്നിരിക്കുന്നത്. മഴ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ രസകൊല്ലിയാകുന്നില്ല. കാരണം ഇപ്പോൾ മഴ പെയ്യുന്നില്ല. കാലാവസ്ഥ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ പോലും ട്രാക്കിൽ ഇപ്പൊ സിന്തറ്റിക് ട്രാക്കാണ്, കുറച്ച് നനഞ്ഞിരിക്കുകയാണ്. പ്ലെയേഴ്സിനെ കാര്യമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നത് വേണം മനസ്സിലാക്കാൻ. എന്നാൽ പോലും ഇന്നത്തെ ദിവസം വളരെയധികം പ്രത്യേകതയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടുന്നത് എന്നുള്ളത് ഇന്ന് അറിയാം. മീറ്റിലെ വേഗമേറിയ താരങ്ങളെ അറിയാനുള്ള ഒരു സമയം കൂടിയാണ് ഇന്ന്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് കണ്ണൂർ നിൽക്കുന്നു. ബഹുദൂരം മുന്നിൽ തന്നെയാണ് തിരുവനന്തപുരം. തീർച്ചയായും ബഹുദൂരം മുന്നിലാണ് തിരുവനന്തപുരം എന്തായാലും പോയിന്റ് പട്ടികയിലുള്ളത്. പക്ഷേ പാലക്കാട് മുൻപേ ട്രാക്കിനെ തീപിടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. 2 പാലക്കാട്ട് നിന്നുള്ള മിടുക്കന്മാരെ നമ്മൾ പരിചയപ്പെട്ടു. എന്തായാലും വേഗമേറിയ താരങ്ങളെ ഇന്നറിയാം. മുൻപുണ്ടായിരുന്ന റെക്കോർഡുകളൊക്കെ അവർ ഭേദിക്കുമോ, പുതിയ ചരിത്രം സൃഷ്ടിക്കുമോ എന്നൊക്കെ അറിയുന്ന വളരെ ആവേശോജ്വലമായ മത്സരങ്ങൾ നടക്കുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് വരും മണിക്കൂറുകളിലൊക്കെ നമുക്ക് കായികമേള നടക്കുന്ന വേദികളിലേക്ക് എത്താം. അവിടുത്തെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ പെൺകുട്ടികളുടെ 3000 മീറ്റർ മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഹരി, അങ്ങനെയാണോ? അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയോ? അതെ, ഫൈനൽ ലാപ്പിലേക്ക് കടക്കുകയാണ് ആര്യ. ഫൈനൽ ലാപ്പിലേക്കാണ് 3000 വിഭാഗം ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഫൈനൽ ലാപ്പിലേക്ക് കടക്കുകയാണ്. വളരെ ആവേശകരമായിട്ട് രീതിയിലേക്ക് മത്സരം മാറിക്കൊണ്ടിരിക്കുകയാണ് സാഹചര്യം. എന്തായാലും ഫൈനൽ ലാപ്പിലേക്ക് കടക്കുകയാണ്. കൃത്യം ഏകദേശം 1 മിനിറ്റിനുള്ളിലേക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ ഒരു സാഹചര്യമാണ് കാണുന്നത്. വളരെ ആവേശകരമായ രീതിയിൽ പ്രതീക്ഷയുടെ ആരൊക്കെയാണ് മുൻനിരയിലുള്ളതെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ ഹരി? മുന്നിട്ട് നിൽക്കുന്നതാണ്
അത് സത്യം പറയുകയാണെങ്കിൽ ഒരു പിടിയില്ല ആരാണ് എന്നുള്ളതിനെ പറ്റി അറിയുന്നില്ല. പക്ഷെ ഫൈനൽ ലാപ്പിലേക്ക് കിടക്കുന്നു, ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുകയാണ്. വീണ്ടും പാലക്കാട് നേടുന്നൊരു സാഹചര്യമാണ് നിൽക്കുന്നത്. പാലക്കാട് അതെ അതെ തന്നെയാണ് ഫിനിഷ് ചെയ്യുന്നത്. പാലക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് ഫിനിഷ് ചെയ്യുന്നത്. അതായത് ഹരി, ഇപ്പോൾ നമ്മൾ കണ്ട ആ രണ്ട് മിടുക്കന്മാരുള്ള അതേ സ്കൂളിലെ വിദ്യാർത്ഥി തന്നെയാണെന്ന് തോന്നുന്നു അല്ലെ, ഗേൾസ് വിഭാഗത്തിലും ഇപ്പോൾ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അതെ മുണ്ടൂർ സ്കൂൾ തന്നെയാണ്, പാലക്കാട് മുണ്ടൂർ സ്കൂൾ തന്നെയാണ് ഈ നേട്ടം കൈകാര്യം ചെയ്യുന്നത്. ആര് കുറച്ച് നിമിഷം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് ഒപ്പിക്കാം. പക്ഷേ ഇത് പെൺകുട്ടി ഏതാണ് എന്നുള്ളത് മാത്രമാണ് ഉറപ്പിക്കേണ്ടത്. പാലക്കാട് തന്നെയാണ് വീണ്ടും ജൂനിയർ വിഭാഗത്തിൽ 3000 മീറ്റർ ജൂനിയർ വിഭാഗത്തിലും പാലക്കാട് അർച്ചനയാണ് സ്വർണ്ണം നേടിയിരിക്കുന്നത്. മുണ്ടൂർ സ്കൂളിൽ തന്നെയാണ് മുണ്ടൂർ സ്കൂളിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ 3000 മീറ്റർ സീനിയർ വിഭാഗത്തിൽ മത്സരിച്ച് സ്വർണവും വെള്ളിയും നേടിയ മുണ്ടൂർ സ്കൂളിലെ വിദ്യാർത്ഥി തന്നെയാണ് അർച്ചനയാണ് ഇപ്പോൾ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നത്. നമുക്ക് അർച്ചനയോട് തന്നെ നേരിട്ട് ചോദിക്കാം വിശേഷങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ട്രാക്കിലെ പ്രകടനം? ഇവിടെ ഉടനെ തിരുവനന്തപുരത്ത് രണ്ടാമത്തെ സ്റ്റേറ്റ് പാലക്കാടല്ലേ? പേരെന്താ? അർച്ചന. എത്ര നാളത്തെ പ്രാക്ടീസ് ആണ്? കഴിഞ്ഞ മീറ്റ് കഴിഞ്ഞിട്ടുള്ള പ്രാക്ടീസ് നന്നായിട്ട് നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പ്രാക്ടീസ് ടൈം അറിയില്ലല്ലോ. അല്ല, സെക്കൻഡ് ടൈമാണ് സ്റ്റേറ്റ് വരുന്നത്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് ആയിരുന്നു. അറിയില്ല. അർച്ചനയാണ് 3000 മീറ്റർ ജൂനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് നേടിയത്. കഴിഞ്ഞ തവണയും അർച്ചന മത്സരിച്ചിരുന്നു. കഴിഞ്ഞ തവണയും അർച്ചനയ്ക്ക് സ്വർണ്ണ മെഡലായിരുന്നു. ഇത്തവണയും അർച്ചന അത് ആവർത്തിക്കുകയാണ്. പാലക്കാടിന് വീണ്ടും അഭിമാനം. അതാണ് ആര്യ നമ്മൾ പറയുന്നത് പോലെ പാലക്കാടിന് അഭിമാനം, അതുപോലെ തന്നെ മുണ്ടൂർ സ്കൂളിനും അഭിമാനം. തങ്ങളുടെ പക്കൽ ഒരുപാട് കായിക താരങ്ങളുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. മുണ്ടൂർ സ്കൂളിന് തന്നെ അഭിമാനം തീർച്ചയായും. കാരണം നമ്മൾ കഴിഞ്ഞ ലാപ്പിലെ അവസാനം അർച്ചന ഓടിക്കൊണ്ടിരുന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിരുന്ന അധ്യാപകൻ അവിടെ വേറൊരു ചാനലിൽ അഭിമുഖം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് വേഗത്തിലൂടെ വിളിച്ചു പോകുന്നത് നമ്മൾ അവിടെ നിന്ന് കണ്ടു. അങ്ങനെ അർച്ചനയ്ക്ക് അവിടെ നിന്നും ഒരു മോട്ടിവേഷൻ നൽകുന്നുണ്ടായിരുന്നു ഫൈനൽ ലാപ്പിൽ. അതിനുശേഷമാണ് അർച്ചന വീണ്ടും ശരവേഗത്തിലാണ് ഫൈനൽ ലാപ്പ് അവസാനിപ്പിച്ചത്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാഴ്ച. എന്തായാലും പാലക്കാട് മുണ്ടൂർ സ്കൂളിലേക്ക് വീണ്ടും ഒരു മെഡൽ നേട്ടം, അത് സ്വർണം തന്നെയാണ് പോകുന്നത്. സ്കൂളിന് അഭിമാനമാകുന്നതിനോടൊപ്പം തന്നെ പാലക്കാട് ട്രാക്കിന് തീ പിടിക്കുകയാണ് കാര്യം. നമ്മൾ ഇത്രയും വലിയൊരു ആദ്യത്തെ 3 ഇവന്റുകളാണ് നടന്നത്. 3000 മീറ്ററിന്റെ സീനിയർ വിഭാഗം പെൺകുട്ടികളും ആൺകുട്ടികളും, അതിനുശേഷം 3000 മീറ്റർ ജൂനിയർ വിഭാഗം പെൺകുട്ടികളുമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അത് 3ഉം പാലക്കാട് എടുത്തുകൊണ്ട് പോവുക. അങ്ങനെ ട്രാക്കിൽ സർവാധിപത്യം പാലക്കാട്. ആദ്യത്തെ ദിവസം ട്രാക്ക് അത്ലറ്റിക്സിലെ ആദ്യത്തെ ദിവസത്തിൽ പാലക്കാടിന്റെ തേരോട്ടം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെയുള്ള മുന്നേറ്റം പാലക്കാട് തുടർന്നും കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ, ജില്ലയുടെ പ്രതീക്ഷ. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. മഴ ഒക്കെയാണ്, കാലാവസ്ഥ മാറി നിൽക്കുകയാണെങ്കിൽ പോലും യാതൊരു രീതിയിലും അത്ലറ്റിക് ട്രാക്കിൽ ആ ഒരു തീപിടുത്തം പാലക്കാട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, തീർച്ചയായും. എം എസ് ഹരികൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും പാലക്കാടിന്റെ തേരോട്ടമാണ് ട്രാക്കിൽ നമ്മൾ കണ്ടത്. ആൺകുട്ടികളുടെ വിഭാഗം 3000 മീറ്ററിൽ സ്വർണവും വെള്ളിയും നേടിയത് പാലക്കാട് മുണ്ടൂർ സ്കൂളാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഫൈനൽ കണ്ടു. 3000 മീറ്റർ പെൺകുട്ടികളുടെ മത്സരം, അതിലും സ്വർണം നേടിയിരിക്കുന്നത് പാലക്കാട് മുണ്ടൂർ സ്കൂൾ തന്നെയാണ് എന്ന ഒരു അഭിമാനകരമായ നേട്ടത്തിലേക്ക് പാലക്കാട് മുണ്ടൂർ സ്കൂൾ എത്തുന്നു. ഇതിപ്പോൾ 3000 മീറ്റർ സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ മത്സരമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്.